തിരുവനന്തപുരം മണ്ഡലത്തിലെ റോഡുകളിൽ വോട്ടർമാർക്ക് മുന്നിൽ കപ്പലോടുകയാണ്. അതിശയോക്തിയാണ് എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ പലതും കാണേണ്ടി വരും. കപ്പൽ മാത്രമല്ല, വോട്ടർമാർക്ക് മുന്നിൽ നമ്മുടെ പയ്യനും ജനനായകനും എല്ലാം വോട്ടിനായി ഓട്ടത്തിലാണ്. പോരാട്ടം നടത്തുന്ന അനന്തപുരിയുടെ മതേതരത്വത്തിന്റെ മുഖം കടന്നു വരികയാണ്. ചിഹ്നം വാഹനമാക്കി അതിൽ പ്രചരണം നടത്തുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥിയെ കേരളത്തിൽ മത്സരിക്കുന്നുണ്ടാകും. അത് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി CP ജോണാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നമായ കപ്പലിൽ കയറിയാണ് CP ജോൺ വോട്ട് ചോദിക്കുന്നത്. ജോണേട്ടാ, എന്തുകൊണ്ടാണ് കപ്പലിലെ പ്രചരണം? ഞങ്ങളുടെ ചിഹ്നമല്ലേ കപ്പല്. അപ്പോ ചിഹ്നം പരിചയപ്പെടുത്താൻ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. പിന്നെ ക്ലിക്ക് ചെയ്തു, ഈ ചിഹ്നം നന്നായി ക്ലിക്ക് ചെയ്തു. തിരുവനന്തപുരത്തുകാർ ഏറ്റെടുത്തു. വലിയ ഹിറ്റായി, ഭയങ്കര ഹിറ്റായി. അത് ഞാൻ ഇത്രയും നന്നാവെന്ന് വിചാരിച്ചില്ല. CM നേതാവായ MV രാഘവന്റെ ഒരു വലിയ ശ്രമമായിരുന്നു വിഴിഞ്ഞം തുറമുഖം. അതുകൊണ്ട് തന്നെയാണ് CM തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ കപ്പൽ ചിഹ്നമായി തീരുമാനിച്ചത്. ഒന്നാമത്തെ ഓപ്ഷൻ കപ്പലായിരുന്നു. പണ്ട് MVR മത്സരിച്ചത് വിമാനത്തിലാണ്. MVR തന്നെയാണല്ലോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അതിൻ്റെ എല്ലാ ബേസിക് കാര്യങ്ങൾ ചെയ്തത്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ വന്നു എന്നുള്ളതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ വാർത്ത. അപ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കപ്പൽ. ഈ സ്ഥാനാർത്ഥി കപ്പലിൽ വന്നാണ് വോട്ട് ചോദിക്കുന്നത്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ ചിഹ്നത്തിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഒരു പുതുമയാണ്. അത് ഇപ്പോഴും പുതുമയാണ്. ഈ സാധാരണ ഇവിടെ ഓരോ പാർട്ടിയുടെ ചിഹ്നമായിരുന്നല്ലോ, അപ്പോൾ അത് മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും വോട്ടിൽ അത് പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥി പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും മുന്നോട്ട് പോകുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സഖാവ് സുധീർ കരമനെ ക്യാമറ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കൂ. നമ്മുടെ ചിഹ്നം ക്യാമറ, നമ്മുടെ സ്ഥാനാർത്ഥി സുധീർ കരമന. CP ജോണിന്റെ LDF-ലെ എതിരാളി നടൻ സുധീർ കരമനയും BJP-യിലെ എതിരാളി കരമന ജയനുമാണ്. LDF സുധീർ കരമനെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പയ്യൻ എന്ന ചേർത്ത് നിർത്തലാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിലെങ്ങും ഇതുപോലുള്ള വലിയ പ്രചാരണ ബോർഡുകളുണ്ട്. നമ്മുടെ ബാക്കിൽ 10, മറഡോണയുടെ 10, മെസ്സിയുടെ 10, ടെണ്ടുൽക്കറിന്റെ 10. എങ്ങനെ രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ കാണുന്നുണ്ട്? CP ജോണ്, കരമന ജയൻ പരിചയക്കാരാണല്ലോ. ഒരു പരിചയക്കാരാണ്. അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശത്രുക്കളല്ലോ. കപ്പിത്താനും നമ്മുടെ പയ്യനുമൊക്കെയാക്കിയാണ് UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികളെ അവർ അവതരിപ്പിക്കുന്നതെങ്കിൽ BJP കരമന ജയനെ അവതരിപ്പിക്കുന്നത് അനന്തപുരിയുടെ ജനനായകനായിട്ടാണ്. ഏത് അർദ്ധരാത്രിയിലും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അതിലൊക്കെ പരിഹരിക്കാൻ ഓടിയെത്തുന്ന ഒരു പൊതുപ്രവർത്തകനെയും കൂടെ അവർക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. ഞാനിവിടെ എൻ്റെ തട്ടകമാണ്. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയാണ്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.